അപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ച വളരെ സംഭവ ബഹുലമായ രംഗങ്ങളും വമ്പൻ ട്വിസ്റ്റുകളും ഒക്കെയാണ് നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതോടുകൂടി പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുകയും പല സത്യങ്ങളും ഇതുവരെയും മറഞ്ഞിരുന്ന എല്ലാ സത്യങ്ങളും പുറത്തു വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരേ സമയം രണ്ട് പെൺ ജീവിതങ്ങളെയാണ് നമ്മുടെ ശ്യാം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ചതി ഇരുവരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ അഞ്ജലി ആണെങ്കിലും ശ്രുതി ആണെങ്കിലും ഈ ശ്യാമിന്റെ ചതി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും അഞ്ജലിയുടെയും ശ്യാമിന്റെയും വിവാഹ വാർഷികമൊക്കെ കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ട് നല്ല ആഘോഷമായിട്ടാണ് അത് പൂർത്തിയായത്. എന്നാൽ ചെറിയ ചെറിയ പോരായ്മകളും ആ ഒരു ആഘോഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില പ്രശ്നങ്ങളും അവിടെ അരങ്ങേറിയെങ്കിലും ഒരുവിധം അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രുതിക്ക് സാധിച്ചിരുന്നു. ശ്രുതിയെ കാണാൻ ശ്യാം അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ശ്രുതി അവിടെ നിന്ന് കാണുകയും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്യാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വിവാഹ വാർഷിക ആഘോഷത്തിൽ നടന്നുവെങ്കിലും അതെല്ലാം അവസാനം ഒരുവിധം ഭംഗിയായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇതോടുകൂടി ഈ ഒരു ആഘോഷത്തോടു കൂടി ഒരുപാട് നഷ്ടങ്ങൾ ശ്രുതിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സഹായിക്കാം എന്നൊക്കെ രീതിയിൽ ശ്യാം ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് വരികയും അമ്മായിയും പ്രീതിയും ശ്രുതിയൊക്കെ നല്ല സംസാരത്തോടെ നല്ല സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാം പെട്ടെന്ന് ആ ഒരു കാഴ്ച കാണുന്നത്. ഗേറ്റിന്റെ അവിടെ നിന്ന് അഞ്ജലിയും മനോരമയും കൂടി അവിടെ നിന്ന് നടന്നു വരുന്നതാണ് അവർ കാണുന്നത്. അപ്പോൾ ഒരിക്കലും ശ്യാമ പ്രതീക്ഷിച്ചില്ല, ഇവർ വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശ്യാമിന് അപ്രതീക്ഷിതമായിട്ടൊരു തിരിച്ചടിയാണ് സത്യം പറഞ്ഞാൽ അവിടെ സംഭവിച്ചത്. അപ്പോൾ അവരുടെ കണ്ണിൽപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചതിയും അല്ലെങ്കിൽ ഇതുവരെയുള്ള എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അഞ്ജലിയെയും മനോരമയും കണ്ടോടനെ തന്നെ നമ്മുടെ അമ്മായിയും പിന്നെ പ്രീതിയും ശ്രുതിയൊക്കെ കൂടി അവരെ അകത്തോട്ട് കൊണ്ടിരുത്തുകയും സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ മനോരമയുടെ ചെറിയ ചെറിയ തമാശകളും ചെറിയ കുത്തിത്തിരിപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇവരുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അഞ്ജലിയും മനോരമയൊക്കെ തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും വീണ്ടും ശ്രുതിയെ സ്വന്തമാക്കണം, പക്ഷെ ഒരിക്കലും അഞ്ജലി വിട്ടുകളയാനും പാടില്ല. അങ്ങനെ രണ്ടിടത്തും പല ചതികൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലിയെ നോവിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും അഞ്ജലിയുടെ മനസ്സ് തന്നെ സ്വന്തമാക്കി അഞ്ജലിയെ വീണ്ടും വീണ്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാം. അതിന്റെ കൂടെ തന്നെ ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് ചില പ്രയോഗങ്ങളൊക്കെ ശ്യാം നടത്തുകയും പ്രീതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിയിൽ പെടുത്തുകയൊക്കെ ശ്യാം ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളാണ് നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഞ്ജലിയെ കാണാൻ വേണ്ടിയിട്ട് അഞ്ജലിയുടെ ക്ഷണപ്രകാരം ശ്രുതി അഞ്ജലിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല മോഡേൺ ഡ്രസ്സിൽ നല്ല സുന്ദരിയായിട്ടാണ് അവൾ വരുന്നത്. അപ്പോൾ കണ്ടുടനെ തന്നെ അഞ്ജലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ സംസാരങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ സംസാരത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും നല്ല പാലക്കാട് സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അടുക്കളയിൽ പോയി ഓരോ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ വരുന്നത്. അപ്പോൾ അശ്വിൻ വരുന്ന സമയം കറണ്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അശ്വിൻ വിചാരിച്ചത് തൻ്റെ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് അശ്വിൻ വിചാരിച്ചത്. അങ്ങനെ പിറകിൽ കൂടി പോയി തൻ്റെ ചേച്ചിയെ ഇങ്ങനെ പിടിച്ച് കയ്യിൽ തൊട്ടതിന് ശേഷം തൻ്റെ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കും പോലെ സംസാരിക്കുകയാണ്. പക്ഷെ അവിടെ ശ്രുതിക്ക് ഒന്നും സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ ലൈറ്റ് ഓൺ ആവുകയും പെട്ടെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണ് പരസ്പരം രണ്ടുപേരും കാണുന്നത്. അശ്വിൻ അപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ശ്രുതിയോ നീ എന്താ ഇവിടെ? കാരണം ഒന്നാതെ ഇവർ രണ്ടുപേരും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അശ്വിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയും ശ്രമിക്കുന്നുണ്ട്. തൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ശ്രുതി ഈ വീട്ടിലോട്ട് വന്നതെന്നും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അഞ്ജലി പറയുകയും അങ്ങനെ മുത്തശ്ശിക്കും ഒരുപാട് ശ്രുതിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശ്രുതിക്ക് നിമിഷ നേരം കൊണ്ടാണ് അഞ്ജലിയുടെയും മുത്തശ്ശിയുടെയും മനസ്സിലൊക്കെ കയറി പറ്റാനായിട്ട് സാധിച്ചത്. എന്നാൽ ലാവണ്യയുടെ ഈ ഒരു സ്വഭാവം ഒന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ
ലാവണ്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്രുതിയും അശ്വിനും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവരുടെ പ്രണയം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അശ്വിന് ശ്രുതി ഇല്ലെങ്കിൽ പോലും ശ്രുതിയുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ശ്യാമിന്റെ ചതികൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിക്ക് സാധിക്കുമോ? അഞ്ജലിയെ ശ്യാമിന്റെ ആ ഒരു ചതിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ? ഈ ഒരു സത്യങ്ങൾ അശ്വിൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ASRന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരാനായിട്ട് പോവാണ്. അത് ലാവണ്യയാണോ മറ്റൊരാളാണോ എന്ന് ഇനി നമുക്ക് ഈ വരുന്ന ആളുകളിലായിരിക്കും കണ്ടറിയാൻ പോകുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നാളെ കാണാൻ. അതുവരേക്കും ടാറ്റാ ബൈ.